അഭിവന്ദ്യ തിരുമേനി, ബഹുമാനീയരായ ശ്രേഷ്ഠ വ്യക്തികളെയും കർത്താവിൽ പ്രിയ വിശ്വാസികളെയും പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധമായ ദേവാലയത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. പരിശുദ്ധ മാതാവിൻ്റെ സജീവമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയമാണ്. മറ്റേ പരിശുദ്ധന്മാരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും അനേകര് ഈ ദേവാലയത്തിൽ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് മുഖാന്തരവുമായി തീരുന്ന പരിശുദ്ധമായ ദേവാലയമാണ്. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹാ ഭാരതത്തിൽ വന്ന് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അങ്ങുമിങ്ങുമായി 7 പള്ളികൾ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. അതിലെ ഏറ്റവും ശ്രേഷ്ഠവും പുരാതനവുമായ ഒരു പള്ളിയാണ് നിരണം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളി. ഈ പള്ളി ചരിത്രത്തിൻ്റെ താളുകളിൽ എന്നും നിലനിൽക്കുന്ന പള്ളിയാണ്. ധാരാളം ചരിത്ര സ്മരണകൾ ഉയർത്തുന്ന പള്ളിയാണ്. പരിശുദ്ധ പിതാക്കന്മാർ ധാരാളം താമസിച്ച് മലങ്കര സഭയുടെ ഭരണം നടത്തിയിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ അംഗമായി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കത്തക്ക നിമിഷങ്ങളാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് അഭിവന്ദ്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയാണ്. ധരണഭദ്രാസനത്തിൻ്റെ തിരുമേനിയായി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാവിധമായ അനുഗ്രഹ ആശിസ്സുകളും ചൊരിഞ്ഞു തരുന്ന തിരുമേനിയാണ്. കൂടാതെ മലങ്കര സഭയുടെ മിഷൻ ബോർഡിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയാണ്. മലങ്കര സഭയിൽ അങ്ങുമിങ്ങും ധാരാളം പ്രസംഗങ്ങൾ നടത്തുകയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായി കയറുകയും ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പാപങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന മിഷൻ പ്രവർത്തന മേഖലയിൽ അഭിവന്ദ്യ ഓസ്താസ് തിരുമേനിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്നും ശ്രേഷ്ഠമായി മിഷൻ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന അഭിവന്ദ്യ തിരുമേനിയാണ്. ധരണം പള്ളിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അതിനുവേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും തരികയും ചെയ്യുന്ന അഭിവന്ദ്യ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ആർദ്രപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിരുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നാലും ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ ആർദ്രപൂർവം സ്വാഗതം ചെയ്യുന്നു. ആരാധനായ ബഹുമാനപ്പെട്ട ആന്റണി MP പത്തനംതിട്ടയുടെ MP ആണ്. നമ്മുടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന MP ആണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചിട്ടയോടുകൂടി നിർവഹിക്കുന്ന ആദരണീയനായിരിക്കുന്ന ആന്റണി MPയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA അവർകളാണ്. ഉടനെ എത്തുന്നതാണ്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഉടനീളം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ME അബ്രഹാം, ഇടവകയ്ക്ക് ഭൗതികമായ എല്ലാ കൈത്താങ്ങലുകളും തരുന്ന ഇടവക ട്രസ്റ്റി ശ്രീ ME അബ്രഹാമിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പബ്ലിസിറ്റിയുടെ കൺവീനർ ശ്രീ ഐപ്പ് വർഗീസ്, ഇടവകയുടെ സെക്രട്ടറി ശ്രീ KB മാത്യു, എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയാണ്. ഇടവകയ്ക്ക് ആത്മാർത്ഥമായ ആത്മീകവും ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ K വർഗീസത്തിനെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുണ്ട്. ബഹുമാനപ്പെട്ട സക്കറിയ പനക്കാമറ്റം അച്ഛൻ, മറ്റേ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്നേഹത്തിന്റെ അപ്പോസ്തലനും ഭാഗ്യസ്മരണാർഹനുമായ അഭിവന്ദ്യ ഓസ്താത്യോസ് തിരുമനസിന്റെ അരമശിഷ്യനും ഈ ഇടവകയുടെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ പിന്താങ്ങൽ നൽകുകയും ഈ ഇടവകയിലെ എല്ലാ മക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടയ ശ്രേഷ്ഠൻ അഭിവന്ദ്യ ക്രിസ്തോസ് തിരുമനസിനെ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയാവുന്നവരാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. പിന്നെ അച്ഛൻ്റെ ചക്കര വാക്കിൻ്റെ ഒന്നും ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ സ്നേഹിതനും
ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുന്നതുമായ പ്രിയപ്പെട്ട ആൻഡോ ആന്റണി, വൈദിക ശ്രേഷ്ഠരെ, ട്രസ്റ്റി, സെക്രട്ടറി മാത്യു ടി ഉടനെ എത്തിച്ചേരും. എത്തിച്ചേരാതെ പോയ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കർത്താവിൽ വാത്സല്യമുള്ളവർ, നരണം പള്ളിയിലെ ഏത് കാര്യത്തിനും വരിക എന്നുള്ളത് എനിക്കൊരു അനുഗ്രഹവും ആനന്ദവും ആവേശവും അതിലേറെ എൻ്റെ കടമയും കടപ്പാടുമായിട്ടാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആൻഡോ ആന്റണിയുമായിട്ട് ഇടയ്ക്ക് വഴക്ക് കൂടുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ തിരുവല്ല വഴി പോകുന്ന എല്ലാ ട്രെയിനും തിരുവല്ലയിൽ നിർത്തുന്നില്ല, അടുത്തുള്ള സ്റ്റേഷനിലൊക്കെ നിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു നിരാഹാര സത്യാഗ്രഹം എൻ്റെ അച്ഛന്മാരും ജനങ്ങളും കൂടെ തിരുവല്ലയിൽ കിടക്കും. അപ്പോൾ ആൻഡോ ആന്റണി പറഞ്ഞു, തിരുമേനി ഒരല്പം കൂടെ ക്ഷമിക്കണം. അദ്ദേഹത്തിന് അറിയാം എനിക്ക് കിടക്കാനുള്ള ആരോഗ്യം ഇല്ലെന്നറിഞ്ഞുകൊണ്ടായിരിക്കും. ഏതായാലും അദ്ദേഹം അതെല്ലാം ശരിയാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും ആദ്യം ഞാൻ ചോദിച്ചത്, ഞാൻ പായും തലവണിയും എടുക്കണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനുവരി മാസം കൊണ്ട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ദൈവം അതിന് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഇനിയും പാർലമെന്റ് ഇലക്ഷനൊക്കെ വരിക, എല്ലാം ശരിയാകുമെന്നേ എല്ലാവരും പറയത്തുള്ളൂ എന്നുള്ളതും എനിക്കറിയാം. എന്നാലും ഞാനിപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വലിയ കൂടിയ ട്രെയിൻ ഒന്നും നിർത്തിയില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള എല്ലാ വണ്ടികളും നിർത്തത്തക്കവണ്ണം അദ്ദേഹം ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നറിയിച്ചു. നമ്മുടെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിന് കുറേ നാളുകളായിട്ട് ഇരിക്കപ്പുറതി ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വരിക. ഇങ്ങനെ അത്യാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് ഗവൺമെന്റിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവർക്ക് പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. എങ്കിലും അദ്ദേഹത്തിന്റെ സൗകര്യമനുസരിച്ച് ഒരു സന്ദർഭത്തിലൂടെ വന്നുകൊള്ളാമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. നാം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇനിയും ദീർഘമായിട്ടൊരു പ്രസംഗം നടത്തുന്നില്ല. മാർത്തോമായുടെ മാർഗം എന്നുള്ള ഒരു വാക്ക് ഞാൻ നസ്രാണി നാദത്തിൽ എഴുതിയിട്ടുണ്ട്. മാർത്തോമ പൈതൃകം എന്ന് പറയാറുണ്ട്, മാർത്തോമായുടെ മാർഗം എന്ന് പറയാറുണ്ട്. എന്തായിരുന്നു മാർത്തോമായുടെ മാർഗം? എന്തായിരുന്നു മാർത്തോമായുടെ പൈതൃകം? 1, വിശുദ്ധി. 2, സത്യസന്ധത. 3, ആത്മാർത്ഥത. 4, ഗോണ്ടഫോറോസ് രാജാവിന് ഭൂമിയിലല്ല, പിന്നെ ഇവിടെ കൊട്ടാരം പണിത്, സ്വർഗത്തിൽ കൊട്ടാരം പണിത്. കിട്ടിയതെല്ലാം എന്ത് ചെയ്തു? പാവങ്ങൾക്ക് കൊടുത്തു. ഇതാണ് ഞാൻ കാണുന്ന, ഞാൻ മനസ്സിലാക്കുന്ന മാർത്തോമായുടെ മാർഗം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുക. എനിക്ക് പത്രം വായിക്കാൻ പേടിയാണോ ലജ്ജയാണോ എന്ന് എനിക്കറിയില്ല. കുടുംബങ്ങളിൽ പോലും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. മാതാപിതാക്കളെ പോലും കുട്ടികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കൂടപ്പുറപ്പിന്റെ കാര്യം അതിനേക്കാൾ കഷ്ടം. അധാർമികത പെരുകി വരികയാണ്. അതുകൊണ്ടാണ് ഒരാൾ എഴുതി, ടുഡേ എവരിതിങ് ഈസ് ഇൻ റിവേഴ്സ് ഗിയർ. വാഹനത്തിന് പല ഗിയർ ഉണ്ടെങ്കിലും ഒരു റിവേഴ്സ് ഗിയറേ ഉള്ളൂ. എന്താ റിവേഴ്സ് ഗിയറിന്റെ ഉപയോഗം? വാഹനം പുറകോട്ട് കൊണ്ടുപോകുന്ന. നമ്മള് ഇന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. മാർത്തോമാ ശ്ലീഹ നമ്മുടെ മുമ്പിൽ ഒരു മാർഗം തെളിയിച്ചു തന്നു. സുവിശേഷത്തിന്റെ, ദൈവീകതയുടെ, സത്യസന്ധതയുടെ, വിശുദ്ധിയുടെ, കാപട്യമില്ലായ്മയുടെ, വഞ്ചനയില്ലായ്മയുടെ, എല്ലാം പാവങ്ങളെ സഹായിക്കണം എന്നുള്ളതിന്റെ ഒരു മാർഗം അദ്ദേഹം നമ്മൾ തെളിയിച്ചു തന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ മാർഗത്തിൽ കൂടെ ചലിക്കുന്നവരാകണം നമ്മൾ. അതുകൊണ്ട് പുതിയ പല പദ്ധതികളും നമ്മുടെ ഭദ്രാസനത്തിൽ ചെയ്തു വരുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങള് ഒരു ലാബ് എക്യുപ്ഡ് ആംബുലൻസ് വാങ്ങിക്കുക. വലിയ തിരുമേനിയുടെ 2ാം ഓർമ്മയ്ക്ക് അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഈ ഭദ്രാസനത്തിലെ പള്ളികൾ കേന്ദ്രീകരിച്ച്
പാരിഷ് ഹാളുകൾ കേന്ദ്രീകരിച്ച് എല്ലാ പാവങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റും എല്ലാം നടത്തത്തക്കവണ്ണം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1-2 ഡോക്ടർമാരുടെ സേവനം കിട്ടുകയാണെങ്കിൽ അവരെ കൂടെ പ്രയോജനപ്പെടുത്തി ആലപ്പുഴ മുതൽ പുന്നവേലി വരെയാണ് നമുക്ക് പള്ളികളുള്ളത്. നമ്മുടെ ഭദ്രാസനം വിട്ട് വിളിച്ചാലും നമ്മൾ അവിടെ പോയി സേവനം നടത്തും. ഏത് മതസംഘടന വിളിച്ചാലും നമ്മുടെ സേവനം കൊടുക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ കിഡ്നി രോഗം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പേടിക്കും. നമ്മുടെ വിചാരം കിഡ്നി രോഗം വന്നാൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്, ഇത് രണ്ടും അവസാനത്തെ ഘട്ടത്തിലാണ്. ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ഒരു നടത്തിയാൽ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയാം. സാധ്യതയുണ്ടെങ്കിൽ ചെറിയ മരുന്ന് കഴിച്ചാൽ ഒരു 20-25 വർഷം അവർക്ക് ആരോഗ്യത്തോടിരുന്ന കാര്യങ്ങൾ നടത്താം. എൻ്റെ അടുത്ത് കൂടെ വരുന്ന ഒരു ഹൈന്ദവ സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിന് 36 വയസ്സേ ഉള്ളൂ. കൂലിവേലയായിരുന്നു. 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ്. ഒരു ഡയാലിസിസിന് 2000 രൂപ, ആഴ്ചയിൽ 6000 രൂപ, മാസം 24,000 രൂപ ഡയാലിസിസിന്. ഈ അസുഖം ഉള്ളതുകൊണ്ട് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവരെ സഹായിക്കാൻ നമ്മൾ കൂപ്പൺ വല്ലതും വിറ്റോ? തീർത്തു, വലിയ കാര്യം. തീർന്നു. എനിക്ക് തോന്നുന്നു ഈ മൂച്ചിന് 10 കൂപ്പൺ കൂടെ കൊടുത്താൽ ചിലപ്പോൾ ഏറ്റെന്നിരിക്കും. ഏതായാലും അത് നമ്മൾ ഇപ്പോൾ ഉടനെ പ്രാവർത്തികമാക്കുക. പ്രിയമുള്ളവരെ, ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായി. നമ്മുടെ സഭ അവിടെ ചെന്നു. രുദ്രപ്രയാഗ് ജില്ലയിൽ ഗാവണി എന്ന് പറയുന്ന ഒരു ഗ്രാമം നമ്മൾ ദത്തെടുത്തു. 3800 ഗ്രാമങ്ങളാണ് ഈ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത്. ഗ്രാമങ്ങൾ, ഒരു ഗ്രാമത്തിൽ 50-60 വീടുകൾ ഉള്ളതാണ്. നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കിക്കൂ. നിങ്ങൾ ഇതെല്ലാം പത്രത്തിൽ കണ്ടതാ, വായിച്ചതാ. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, തിരുമേനി ഇവിടെ പാവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ വടക്കേ ഇന്ത്യയിൽ പോകുന്നത്? അങ്ങനെ വടക്കേ ഇന്ത്യക്കാർ വിചാരിച്ചാൽ അവിടെ പോയി കിടക്കുന്ന മലയാളി മുഴുവൻ നാട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെടുക നടക്കുകയുള്ളൂ. വടക്കേ ഇന്ത്യയിൽ ഉള്ളവരുടെ മഹാമനസ്കത കൊണ്ടാണ് ലക്ഷക്കണക്കിന് നമ്മുടെ മലയാളികൾ അവിടെ പോയി താമസിച്ച് ജോലി ചെയ്യുന്നത്. വടക്കേ ഇന്ത്യക്കാരുടെ മഹാമനസ്കത. അവർക്കൊരാപത്തും ആവശ്യവും വന്നപ്പോൾ അവിടെ ഓടിച്ചെല്ലേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ 5 ഭദ്രാസനങ്ങൾ കേരളത്തിന് വെളിയിൽ നമുക്കുണ്ട്. മദ്രാസ്, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ബോംബെ, ഡൽഹി, കൽക്കട്ട. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഒരാപത്ത് ഉണ്ടായപ്പോൾ ഓടി എത്തേണ്ടത് നമ്മുടെ കടമ. 34 വീടുകൾ നമുക്ക് പണിയണം. ഒരു വീടിന് 3.5 ലക്ഷം രൂപ വീതമാകും. ആ കൽപ്പന പള്ളികൾക്ക് അയച്ചു. നിങ്ങളുടെ കഴിവ് പോലെ, ഞാൻ തുകയൊന്നും ചോദിക്കുന്നില്ല, പ്രത്യേക തളിക എടുത്ത് താമസം. എന്നാ കേൾക്കുന്നില്ലേ? ക്ഷീണിച്ചോ? രാവിലെ മുതലേ മൈക്കുമൊക്കെ പിടിച്ചോണ്ടിരുന്നതിന്റെ ക്ഷീണം കാണുവേ. ആ കാര്യത്തിലും നിങ്ങൾ സഹകരിക്കണം. നമ്മുടെ ഈ മാറ്റി ഇവിടെ വന്നിട്ട് ഞാൻ മൈക്കേന്ന് കൈയെടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ നല്ല ദിവസം നമ്മുടെ കൂടെ സഹകരിക്കത്തക്കവണ്ണം പ്രിയപ്പെട്ട ആൻഡോയും അതുപോലെ നമ്മുടെ സ്വന്തം MLA ആയ മാത്യു ടി തോമസും വന്നിട്ടുണ്ട്. അവരോടും നിങ്ങളോടും എല്ലാവരോടുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരാഴ്ച നിങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ സമയവും തീയതിയും ഒക്കെ അച്ഛൻ പിന്നീട് ഞാൻ പോയി കഴിഞ്ഞിട്ട് പുറകെ പറഞ്ഞുകൊള്ളും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇടയശ്രേഷ്ഠന്റെ അനുഗ്രഹീത വചനങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. യുവത്വത്തിന്റെ പ്രതീകവും നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്കുമായി വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുകയും ചെയ്യുന്ന പത്തനംതിട്ടയുടെ നമ്മുടെ പ്രിയപ്പെട്ട MP ബഹുമാന്യനായ ആന്റോ ആന്റണിയെ സ്നേഹപൂർവ്വം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. കറുത്ത പെയിന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ MP യുവത്വത്തിൽ ഇരിക്കുന്നത്. അഭിവന്യ യുഹാനോന്മാർ ക്രിസോസ്റ്റോസ് മെത്രാപ്പോലീത്ത തിരുമേനി,
ആദരണീയനായ MLA മാത്യു ടി തോമസ്, എത്രയും സ്നേഹനിധിയായ നമ്മുടെ വികാരിയച്ഛൻ CB ഉമ്മനച്ഛൻ, നമ്മുടെ അസിസ്റ്റന്റ് വികാരി പ്രിൻസ് അച്ഛൻ, സ്കറിയ അച്ഛൻ, നമ്മുടെ ട്രസ്റ്റി ME എബ്രാഹിം, റെജി കണിയാങ്കണ്ടം, റെജി കടുങ്കേരി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർ, അനുഗ്രഹീതമായ ഈ തിരുനാളാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സദൃഢ നിരണം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശം. മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമാക്കാനും മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ ഒരു പള്ളി നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് AD 54 ഇവിടെ ഉണ്ടായി എന്നുള്ളതും ഈ നാടിനെ സംബന്ധിച്ച്, നമ്മുടെ ഭാരത രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ വലിയ ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതില് ഇത്രയും ചരിത്രവും ഇത്രയും പാരമ്പര്യവുമുള്ള ദേവാലയങ്ങൾ ലോകത്ത് തന്നെ വളരെ പരിമിതമാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസി സമൂഹം, അവരാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ ദേവാലയം ഈ നാടിന് പകർന്നു നൽകിയ അനുഗ്രഹങ്ങൾ, നൂറ്റാണ്ടുകളായി നൽകിക്കൊണ്ടിരിക്കുന്ന ആ അനുഗ്രഹ വർഷം, അതിന് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ദൈവത്തിനു മുന്നിൽ കരയേറ്റാനുള്ളൊരു അവസരമാണ് ഈ തിരുനാൾ. ഒരു ദേവാലയം ഒരു പ്രദേശത്ത് ഉയർന്നു വരുമ്പോൾ ആ ദേവാലയത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ആ ദേവാലയത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസി സമൂഹത്തിന് മാത്രമല്ല, മറിച്ച് ആ ദേവാലയത്തിൽ നിന്ന് നന്മതിന്മകളുടെ വേർതിരിവ് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഹൃദയത്തിൽ നന്മയുടെ പ്രകാശവുമായി സമൂഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തി, ആ സമൂഹത്തിൽ കാട്ടിക്കൊടുക്കുന്ന മാതൃക, ആ സമൂഹത്തിൽ പുലർത്തുന്ന നന്മ, അതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം, അപ്പോൾ ഒരു നാടിന്റെ സാമൂഹ്യ മാറ്റത്തിന്റെ പിന്നിൽ, സാമൂഹ്യ നവോത്ഥാനത്തിന്റെ പിന്നിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന ദേവാലയങ്ങൾ വരുത്തുന്ന ആ വലിയ മാറ്റം, അത് ആ മാറ്റം ഈ നിരണത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ നൂറ്റാണ്ടുകളായി അനുഭവഭേദ്യമായിരിക്കുന്നു. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ദേവാലയവും ഈ ദേവാലയത്തിന്റെ കടന്നു പോകുന്ന വിശ്വാസി സമൂഹവും സമൂഹത്തിലേറെ ആദരിക്കപ്പെടുന്നത് ആ മഹത്തരമായ ആ പാരമ്പര്യം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ്. സത്യ ദേവാലയങ്ങൾ എപ്പോഴും ദൈവവും മനുഷ്യനുമായിട്ടുള്ള വലിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതുമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് ഈ മനോഹരമായ ഭൂമിയെ തന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലും സന്തോഷത്തിലും നമ്മളോടൊപ്പം നടക്കുന്നയാളാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറയില്ലാത്ത ഒരു സ്നേഹം മാത്രമാണ്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൽപ്പനയാണ്. യേശു അവരോട് മറുപടിയായി പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അയൽക്കാരൻ ആരാണ് എന്നുള്ള നിർവചനവും നമുക്ക് വചനങ്ങളിലൂടെ കണ്ടെത്താം. അവശ്യ സമയത്ത് നമ്മുടെ സഹായം ആഗ്രഹിക്കുന്ന ഏതൊരാളും നമ്മുടെ അയൽക്കാരനാണ്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ അതിർത്തികളൊന്നും അതിലില്ല. ദൈവം മനുഷ്യകുലത്തിന് വേണ്ടിയാണ് മനുഷ്യനുമായി ഭൂമിയിൽ അവതരിച്ചത്. അപ്പോൾ മനുഷ്യന് ചെയ്യുന്ന ഓരോ നന്മയും, നമ്മുടെ ആവശ്യം ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്ക് നൽകുന്ന ആ നന്മകൾ ഓരോന്നും, അതാണ് ദൈവതിരുമുമ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ഏറ്റുവാങ്ങുന്നത്. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി ഇവിടെ കിട്ടിയ സമയം മുഴുവൻ സമൂഹത്തിന് നന്മ ചെയ്യുന്ന, നിങ്ങൾ ഇന്നുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പ്രകൃതി ദുരന്തത്തിനിരയായ വീടുകൾ നഷ്ടപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായിക്കണമെന്നുള്ള തിരുമേനിയുടെ ആ അഭ്യർത്ഥനയാണ് ഇവിടെ നമ്മളെല്ലാവരും കേട്ടത്.
അപ്പോൾ നമ്മൾ കാണാത്തവരാണെങ്കിലും സമൂഹത്തിന്റെ ഏത് തലത്തിൽപ്പെട്ട ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും ആ പ്രയാസത്തിൽ വേദനിക്കുന്ന ഒരു ഹൃദയം തിരുമേനിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത്, അതുപോലുള്ള വലിയ മനസ്സുകളാണ് സമൂഹത്തിലെ നമ്മുടെ ഏറ്റവും വലിയ മാതൃക. തിരുമേനി പരിമല തിരുമേനിയുടെ ഏറ്റവും ആ ഭക്തി ഉൾക്കൊണ്ട് സമൂഹത്തിൽ ഏറ്റവും നന്മകൾ കാഴ്ചവെക്കുന്ന ഒരു തിരുമേനിയാണ്. തിരുമേനി ഇടയ്ക്കൊക്കെ എന്നെ വഴക്ക് പറയാറുണ്ട്. ആ തിരുമേനി ശാസിക്കുമ്പോഴും തിരുമേനിയുടെ ഉള്ളിലുള്ള ആ സ്നേഹവും തിരുമേനിയുടെ ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹങ്ങളും അത് എപ്പോഴും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും തിരുമേനി പകർന്നു നൽകുന്ന ആ പ്രചോദനം പൊതുജീവിതത്തിൽ എപ്പോഴും ഒരു മാർഗദർശിയായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തിരുമേനി പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അത് ഏറ്റവും വലിയ മുന്തിയ പരിഗണന എൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഉണ്ടാകുമെന്നുള്ള ഒരു വാക്ക് തിരുമേനിയോട് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും പരിമലയിൽ പോകാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തുകയും അത് ജീവിതത്തിൽ ഒരു ചര്യയാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എത്രയോ പതിറ്റാണ്ടുകളായി പരിമലയിൽ പോകാനും പ്രാർത്ഥിക്കാനും ദൈവം എനിക്ക് അവസരമൊരുക്കി തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹമായി എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നൂറ്റാണ്ടുകളുടെ പ്രൗഢിയും പാരമ്പര്യവുമുള്ള വിശ്വാസത്തിന്റെ നമ്മുടെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൗഢമായ ഒരു മാതൃകയായ ഈ നിരണത്തെ ഈ വലിയ പള്ളിയിൽ ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ ദൈവം നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ആ വലിയ അനുഗ്രഹങ്ങളെയും പരിഗണനയും നന്ദിയോടെ എപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ്. നമ്മുടെ ഇത്രയും വലിയ ഒരു രാജ്യം, 125 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, ആ രാജ്യത്ത് ഒരു ചെറിയ ശതമാനം മാത്രമാണ് ക്രിസ്തീയ ജനസമൂഹമുള്ളത്. പക്ഷേ ആ സമൂഹം നമ്മുടെ രാജ്യത്ത് ചെലുത്തുന്ന വലിയൊരു സ്വാധീനം, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആതുരാലയങ്ങളാണെങ്കിലും ഒട്ടേറെ രാജ്യത്തെ പ്രൗഢമായ സ്ഥാപനങ്ങളാണെങ്കിലും സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരമാണെങ്കിലും നമ്മളുടെ അംഗസംഖ്യയേക്കാൾ എത്രയോ വലിയൊരു അംഗീകാരം ഈ രാജ്യത്ത് ലഭിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢമായ ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ വലിയ ഒരു നല്ല കാഴ്ചപ്പാടാണ്. കാരണം നമ്മുടെ രാജ്യം തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ്. സാധാരണ രാജ്യങ്ങൾ പിറവിയെടുക്കുന്ന ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ. നമ്മുടെ രാജ്യമോ നൂറുകണക്കിന് ജാതികളും ഉപജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം. ആ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ലോകത്തൊരു സമൂഹത്തിൽ ലഭിക്കാത്ത ഒരു പരിഗണന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കുന്നു. അതിന്റെ കാരണം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം അവരാണ് നമുക്കെപ്പോഴും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനാണെങ്കിലും മറ്റു സമൂഹത്തിനാണെങ്കിലും ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും അവിടെ സ്ഥാപനങ്ങൾ പണിത് ഉയർത്താനും അതിനെല്ലാമുള്ള വലിയൊരു വിശാലമായ കാഴ്ചപ്പാട്. നൂറ്റാണ്ടുകളായി ആ കാഴ്ചപ്പാടിന്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പരസ്പര സ്നേഹവും സഹകരണവും സഹവർത്തിത്വം നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ വലിയൊരു കാഴ്ചപ്പാട് ഈ നിരണം പ്രത്യേകിച്ചും ഈ ദേവാലയത്തിൽ നിന്ന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നു. മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യന്റെ നന്മകളെ കണ്ടെത്തുക, അവന്റെ ജാതിയോ മതമോ നോക്കാതെ അവനെ സഹായിച്ചുകൊണ്ട് ഒരു പരസ്പര സ്നേഹത്തിന്റെ ഒരു വലിയ സന്ദേശം അത് ഈ നിരണത്തിൽ നിന്ന് എക്കാലവും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും വളരെ സുദൃഢമായി കാത്തു പരിപാലിക്കുന്നതിൽ ഈ ദേവാലയവും ഈ ദേവാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും നൽകുന്ന നല്ല നേതൃത്വം, ആ നേതൃത്വത്തെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു. ഈ അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൽ ഇവിടെ വന്നെത്താനും ഇവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും റാസയിൽ പങ്കെടുക്കാനും കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി ഞാൻ അതിനെ കാണുന്നു. ദൈവം ഇനിയും അതിന് അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനിയോടുള്ള എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹവും ആദരവും ഒരിക്കൽ കൂടി ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ആന്റോ ആന്റണി എംപിയോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി തിരുവല്ലായുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച നമ്മുടെ സ്വന്തം MLA ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസിനെ ആശംസ അർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. നരണം ഭദ്രാസനാധിപൻ
അഭിയന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇടവക വികാരി CV ഉമ്മനച്ചൻ, അസിസ്റ്റന്റ് വികാരി പ്രിൻസ് അച്ചൻ, പ്രിയപ്പെട്ട പനിക്കാമറ്റം സ്കറിയാച്ചൻ, പുല്ലമ്പള്ളി രാജാൻ, ഇടവക സെക്രട്ടറി ശ്രീ റെജി കണിയാങ്കണ്ടം, പബ്ലിസിറ്റിയുടെ കൺവീനർ ശ്രീ റെജി മുട്ടങ്കേരിൽ, ശ്രീ തോമസ് പി വർഗീസ്, വേദിയിലും സദസ്സിനുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ തോമസ് ലീഹയാൽ സ്ഥാപിതമായ നിരണം പള്ളിയുടെ പെരുന്നാളും ക്രിസ്തു ജനനത്തിന്റെ തിരുനാളും ഒരുമിച്ച് ഒരേ സമയം വന്നത് വെറും യാദൃശ്ചികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ദൈവനിശ്ചയമാണ്. ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ തന്നെ നിരണം പള്ളിയുടെ പെരുന്നാളും ആഘോഷിക്കപ്പെടുകയാണ്. എല്ലാം ഒരു ആത്മസമർപ്പണത്തിന്റെയും പുതുക്കത്തിന്റെയും നാളുകൾ. ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ പെരുന്നാളും എത്തിച്ചേരുമ്പോൾ അർത്ഥവത്തായ ക്രൈസ്തവ മൂല്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള പ്രേരണ ഉൾക്കൊള്ളാനുള്ള നാളുകൾ കൂടിയായി ഇത് മാറുകയാണ്. ഉന്നതങ്ങളിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് സർവചരാചാരങ്ങളുടെയും സൃഷ്ടാവായ ദൈവം രാജാധികാരങ്ങളോടുകൂടി വാണറിലേണ്ടുന്ന ദൈവം താഴെ ഭൂമിയിൽ വന്ന് ഒന്നുമില്ലാത്തവനായി ജനിച്ച് ഒന്നുമില്ലാത്തവരുടെ കൂടെ കഷ്ടപ്പാടുകൾ സ്വയം വരിച്ച് ജനതയുടെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ക്രൂശു മരണം പോലും സഹിക്കാൻ കാട്ടിയ ആ മാതൃകയാണ് ക്രൈസ്തവ മൂല്യം. അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നാളുകളാണ് ക്രിസ്മസ് നാളുകൾ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ആധ്യാത്മിക ചിന്തകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് അനന്തവിഹായസ് എവിടെയോ വിഹരിക്കുന്ന അപ്രാപ്യനായ ദൈവം എന്ന ദൈവിക സങ്കല്പത്തിന് വ്യത്യസ്തമായി മനുഷ്യനോടുകൂടെ അധിവസിക്കുന്ന ഇമ്മാനുവൽ എന്ന ദൈവിക സങ്കല്പം അവതരിപ്പിക്കപ്പെട്ട നാളുകളാണ് ക്രിസ്മസ് നാളുകൾ. ഞാൻ പ്രസംഗം തുടരുന്നതിന് മുമ്പ് ഒരു ക്ഷമാപണം നടത്തേണ്ടിയിരിക്കുന്നു. എനിക്കൊരു കുറിപ്പ് കിട്ടി. മനഃപൂർവ്വമല്ല, അഭിസംബോധന ചെയ്തപ്പോ MP-യുടെ പേര് ഞാൻ വിട്ടുപോയി. അല്പ കുശുമ്പുണ്ട കാര്യത്തിൽ. കാരണം അദ്ദേഹത്തെ യുവാക്കളുടെ വക്താവായി നിങ്ങൾ പറയുകയും എന്നെ സീനിയർ നേതാവായി പരിഗണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യം ഞങ്ങൾ തമ്മിൽ പറയുക, ആരാ മൂത്തെ? എന്നേക്കാൾ മൂത്തതാണ് MP എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിൽക്കട്ടെ, കാഴ്ചയിലും പ്രവൃത്തിയിലും ഒക്കെ ഞാൻ വയസ്സനായി. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് ഒരു അർത്ഥവത്തായ ദൈവീകതയെ അവതരിപ്പിച്ച പെരുന്നാളാണ് ക്രിസ്മസ്. മനുഷ്യനോട് കൂടെ അധിവസിക്കുന്ന ദൈവം, മനുഷ്യന്റെ പ്രാരാബ്ദങ്ങളിൽ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്ന ദൈവം, മനുഷ്യന്റെ പാപഭാരം മുഴുവൻ ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശു മരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനനമാണ് ക്രിസ്മസ്. അതുകൊണ്ട് ദൈവിക സങ്കല്പവുമായി ബന്ധപ്പെടുത്തി അധികാരത്തെയും രാജകീയതയും ഒക്കെ നാം കൽപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായി ശൂന്യനായി തീരുന്ന ഒരു ദൈവത്തെ ആണ് ക്രിസ്മസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ഒരു ശൂന്യവൽക്കരണത്തിന്റെ പെരുന്നാളാണ്. ഉള്ളതിനെ പറ്റി അഹംഭാവത്തോടെ ഇരിക്കുകയല്ല, ഉള്ളത് നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു ക്രിസ്തീയതയുടെ സമുദ്ഘാടനമാണ് ക്രിസ്മസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ തിരുജനന പെരുന്നാളും ഈ ഇടവകയുടെ പെരുന്നാളും ഒരുമിച്ച് വന്നത് ദൈവനിശ്ചയമാണ്. ഈ നാട്ടിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നിരവധി യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിയന്ന തിരുമേനിയുടെ പ്രസംഗത്തിലൂടെ കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. എവിടെ മനുഷ്യൻ വേദന അനുഭവിക്കുന്നുവോ, കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നുവോ, അവിടെ ദൈവത്തിന്റെ തനി സ്വരൂപത്തിലുള്ള മനുഷ്യൻ എത്തിച്ചേർന്ന്, വിശ്വാസി എത്തിച്ചേർന്ന് ആ കഷ്ടപ്പാടുകൾ പങ്കിടുന്ന ഒരു അനുഭവം, അതാണ് ഒരു ദേവാലയത്തെയും ഇടവകയും മതേതര സമൂഹത്തിൽ പ്രസക്തമാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒട്ടനവധി സംരംഭങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത്
നേരിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാതയിൽ അനേകരെ മുന്നോട്ട് നയിക്കാൻ പ്രേരണ കൊടുക്കുന്ന ഈ നെരണംപള്ളിയുടെ പെരുന്നാൾ ക്രിസ്മസ് പെരുന്നാളിനോടൊപ്പം എത്തിച്ചേർന്നതിൽ എന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും നവവത്സരാശംസകളും ഇടവകയുടെ പള്ളിയുടെ പെരുന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. നന്ദി. ആശംസകൾ നേർന്ന ബഹുമാന്യനായ MLA-യോടുള്ള നന്ദി അറിയിക്കുന്നു. പൊതുസമ്മേളനത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. നിരണം വെല്ലുപള്ളിയുടെ അഭിവൃദ്ധിക്കായി അഹോരാത്രം പ്രയത്നിക്കുകയും വന്നിയ വൈദിക ശ്രേഷ്ഠരുടെ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ബഹുമാന്യനായ ട്രസ്റ്റി ME എബ്രഹാം ഇപ്പോൾ കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കും. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പത്തനംതിട്ടയുടെ പ്രിയങ്കരനായ MP ശ്രീ ആന്റോ ആന്റണി അവർകള്, നമുക്ക് ഏവർക്കും സുപരിചിതനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അവർകള്, ഈ വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠ സുഹൃത്തുക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശ്വാസികളെ, മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ ഈ വലിയ പള്ളിയുടെ പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതിൽ സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. എങ്കിലും ട്രസ്റ്റി എന്നുള്ള നിലയിൽ ചില സാമ്പത്തിക കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരു ചിന്തയുടെ ഇത്രയും ബൃഹത്തായ ഒരു പള്ളി, വളരെയേറെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ദേവാലയം എന്നൊക്കെ നാം ചിന്തിക്കുന്നുവെങ്കിലും ഈ പള്ളിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാണ്ട് ഒരു വലിയ സ്കൂൾ 2 കോടി രൂപയോളം മുതൽ മുടക്കുള്ള CBSE സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വലിയ സംഭാവനകളോ അല്ലെങ്കിൽ മറ്റുള്ള കോൺട്രിബ്യൂഷൻസോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 1.25 കോടിയോളം രൂപ കടം എടുത്താണ് നമ്മൾ ഈ പ്രസ്ഥാനങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള സഹകരണങ്ങളും സംഭാവനകളും ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ അതിമനോഹരമായ ഒരു മ്യൂസിയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതലുള്ള വളരെയേറെ പൗരാണികമായ, വളരെയേറെ പുരാതനതയും പൗരാണികത്വവും അവകാശപ്പെടാൻ കഴിയുന്ന പല രീതിയിലുള്ള പുരാവസ്തുക്കൾ നമ്മൾ അതിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഒപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇതുപോലെയുള്ള പുരാവസ്തുക്കൾ ഉണ്ടെങ്കിൽ പള്ളിയിൽ കൊണ്ടു തന്നാൽ അത് ഇവിടെ സൂക്ഷിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തില് നമ്മുടെ പള്ളി ആവിഷ്കരിച്ച ചില സഹായ നിധികൾ, അതായത് 25ഓളം പേർക്ക് 500 രൂപ വെച്ച് എല്ലാ മാസവും നിർധനരായ ആളുകൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെയൊക്കെ സഹായമാണ്. തുടർന്നും സഹായം ഉണ്ടാകണം. ക്യാൻസർ രോഗികൾക്ക് നമ്മൾ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെയൊക്കെ സഹായമാണ്. അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഏതാണ്ട് ഒരു 75,000 രൂപയോളം രോഗികളും നിർധനരുമായ ആളുകൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നിർധനരായവർക്കും രോഗികൾക്കുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സംഭാവനകളും സഹായങ്ങളും ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കാൻ ബഹുമാന തിരുമേനിയുടെ അനുവാദത്തോടുകൂടി കഴിഞ്ഞ നസ്രാണിനാഥത്തിലെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. വിലപിടിപ്പുള്ള മരണങ്ങൾ എന്ന് പറഞ്ഞത്, അതായത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണവും വിവാഹവും ഒരു വലിയ ദൂർത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചുരുക്കിയ തുക, അതിൽ നിന്ന് കണ്ടെത്താവുന്ന ഒരു തുക
പള്ളിയുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ എഴുതിയത്. നിങ്ങൾ അതിൽ സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഈ പള്ളിയുടെ എല്ലാവിധമായ പുരോഗമന പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ സംഭാവന ഉണ്ടായിട്ടുണ്ട്, മേലിലും ഉണ്ടാകണം. പെരുന്നാളിന് നിങ്ങളുടെ സംഭാവനകൾ കുറഞ്ഞുപോയി എന്ന് പറയാൻ ഞാൻ ഈ അവസരം വീണ്ടും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് കൊടുത്തവരെ കുറച്ചുകൂടി പൈസ കൂടുതലായിട്ട് തരണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗം കഴിഞ്ഞ പെരുന്നാളുകൾ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് എഴുന്നള്ളി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത വളരെയേറെ തിരക്കുകളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴൊക്കെ തിരക്കുകളുണ്ടെങ്കിൽ പോലും നീളം വലിയ പള്ളി മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിലേക്ക് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തിരക്കുകൾ മാറ്റിവെച്ച് കടന്നു വന്നു. പ്രാർത്ഥനകളും ധ്യാനങ്ങളും നല്ല സന്ദേശങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് അഭിമന്യ തിരുമേനിയോട് നീളം വലിയ പള്ളിയുടെ നാമത്തിലുള്ള എല്ലാവിധമായ ആശംസകളും അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ യോഗത്തിലെ ഈ ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യമാക്കിയ പത്തനംതിട്ടയുടെ പ്രിയങ്കരനായ MP, വളരെ യുവ തുർക്കാണ് അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ സമീപ പുള്ളിക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഏതാണ്ട് 5 പഞ്ചായത്തുകളിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിനാവശ്യമായി 27 കോടി രൂപയുടെ ഒരു പുതിയ പ്രോജക്റ്റിന് മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം അനുവാദം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലായുടെ ബൈപ്പാസ്, ഇങ്ങനെയുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രതിഭയാണ് നമ്മുടെ MP. അത് നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇവിടെ വന്നു, വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ വന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനായ MP-യോടുള്ള അതീതമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ഒരു വൈദികന്റെ മകനാണ്, വിശ്വാസിയാണ്. അദ്ദേഹം നല്ല പ്രസംഗങ്ങളൊക്കെ നടന്ന ആളാണ്. തിരുവല്ലയുടെ വികസനങ്ങളിൽ വളരെയേറെ ആത്മാർത്ഥത കാണിക്കുന്ന ഈ കുടിവെള്ളത്തിന്റെ വിഷയമായാലും ബൈപ്പാസിന്റെ വിഷയം അങ്ങനെയല്ല, ഞാൻ എല്ലാം ഒന്നും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ സമ്മേളനമല്ല, മറിച്ച് ഇവരെയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനായ MLA, ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നീളം വലിയ പള്ളിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ MLA-യോടും MP-യോടും ഒരു കാര്യം പറയാനുണ്ട്. ആലപ്പുഴ MP പരിമലപ്പള്ളിക്ക് ഒരു വലിയ ലൈറ്റ് ഈയിടെയായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ പ്രകാശം കിട്ടത്തക്ക രീതിയിൽ ഒരു ഹൈമാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഭാഗത്തായിട്ട് പരിമലക്കടവിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് MP-യുടെയോ MLA-യോടോ ഏത് ഫണ്ടായാലും ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങളുടെ പള്ളിയുടെ മുൻപിൽ എപ്പോഴും വെളിച്ചത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഒരു നല്ല ലൈറ്റ്, സന്തോഷമാണ്, കുഴപ്പമില്ല. വെളിച്ചം കൂടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്. അവരെ മനസ്സ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വലിയ പള്ളിയുടെ വികാരി, നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ഉമ്മനച്ചൻ വളരെ ചുറിയുറുക്കോടുകൂടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തുണ്ടായതിൽ ഏറ്റവും ഒരു സന്തോഷ വാർത്തയുണ്ട്. ബഹുമാന്യനായ MLA-യും MP-യും കൂടി ചേർന്ന് പകുതിയായിട്ട് നമുക്ക് ഒരു വലിയ ലൈറ്റ് ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടായിട്ട് തന്നാലേ ലൈറ്റ് പപ്പാതിയായി പോകരുത്. എന്തു തന്നെയായാലും അവര് പറഞ്ഞതാണ്, നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയങ്കരനായ ഉമ്മനച്ചന് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നു. എനിക്ക് തോന്നി അടുത്ത സമയത്ത് ഇത്ര മനോഹരവും ഭംഗിയുമായ ഒരു പെരുന്നാള് നന്നമ്പള്ളിയിൽ നടന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതിന്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സഹവികാരിയച്ഛനുമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ മോട്ടോർ സൈക്കിളിൽ ഇവർ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടാവും, രണ്ടുപേരോട് കെട്ടി ഒരേ സീറ്റ് ബെൽറ്റ് ഇട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് ചിലപ്പോൾ അസൂയ തോന്നിയിട്ടുണ്ട്. എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. കാര്യം ഇവിടെ ഇരുന്ന വികാരിമാരാരും ഇത്രയും സഹകരണത്തോടുകൂടി ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. അത് നല്ല കാര്യമാണ്. സഭയുടെ ഉന്നതിക്ക്, പള്ളിയുടെ പുരോഗതിക്ക് അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അവർ രണ്ടുപേരെയും ഞാൻ ഈ യോഗത്തിന്റെ നാമത്തിൽ ആശംസകൾ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു.
നമ്മുടെ പ്രിയങ്കരനായ പനക്കാവിടുത്തെ ചൂടിയുണ്ട്. നമ്മുടെ ഇടവകയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛനാണ്. ഇവിടെ ഈ മീശത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴേ ഞാൻ ആദ്യം അതിനെക്കുറിച്ച് അഭിപ്രായം തിരക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനോടാണ്. ഒരുപാട് ഭാവനകളും ദീർഘവീക്ഷണവും നല്ല മനസ്സുമുള്ള, അതാണ് ഏറ്റവും പ്രധാനം, നല്ല മനസ്സുമുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട പനക്കാമറ്റത്തെ അച്ഛനെ ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ഈ പള്ളിയുടെ സെക്രട്ടറി റിജി കണിയാങ്കടത്തിലെ എല്ലാ കാര്യങ്ങളിലും ശാന്തനായി നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന റിജി കണിയാങ്കടത്തിലെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്നാൽ വളരെയേറെ കാര്യങ്ങൾ പറയാനുള്ള ബഹുമാനായ റിജി മുട്ടുംകേരിലെ ഈ പെരുന്നാളിന്റെ കൺവീനറായി പ്രവർത്തിച്ച് ഇത്രയും മനോഹരം ഒരുപാട് പരസ്യങ്ങൾ പിടിച്ചു, അതുപോലെ കാര്യങ്ങൾ ഭംഗിയാക്കി, ആർച്ചുകൾ, അങ്ങനെയുള്ള എല്ലാ ആഘോഷ പരിപാടികൾക്കും നേതൃത്വം കൊടുത്ത റിജിയെ പള്ളിയുടെ പേരിൽ ഉള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിലൊക്കെ ഉപരിയായി ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മറ്റുള്ള പള്ളികളിൽ കാണാത്ത ഒരു വലിയ പ്രതിഭാസം നമ്മുടെ പള്ളിയിലുള്ളത്, വളരെയേറെ സഹകരിക്കുന്ന ഒരു നല്ല കമ്മിറ്റി ഇവിടെയുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പോയാൽ അത് ബുദ്ധിമുട്ടാണ്. ഏത് കാര്യം പറഞ്ഞാലും ചെയ്തോ എന്ന് പറഞ്ഞ് എല്ലാ രീതിയിലും വികാരിയച്ഛന്റെയും ദൃഷ്ടിയുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സന്മനസ്സുള്ള നല്ലവരായ കുറെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എങ്കിലും അവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയ അതിന്റെ കൺവീനർ ബാബു കല്ലമ്പറമ്പില്, അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി ഈ പ്രാവശ്യം നല്ല ഭംഗിയായ രീതിയിൽ, എനിക്ക് തോന്നുന്നു ഒരു 2-3 ലക്ഷം രൂപയുടെ ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിയത്. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഷിബു ചാരുമൂട്ടില്, അങ്ങനെ വ്യക്തിപരമായി ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒപ്പം ഇതിനൊക്കെ ഉപരിയായി ഇത് ഇത്രയും ഭംഗിയാക്കിയ, ഇത് ഇത്രയും ആർഭാടപൂർവമാക്കിയ, ഇത് ഇത്രയും മനോഹരമാക്കിയ ഈ ഇടവകയിലെ നല്ലവരായ മാതാപിതാക്കള്, നല്ലവരായ ഇടവകങ്ങള്, ഇവരുടെയൊക്കെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ പെരുന്നാളിനെ ഇത്രയും ഭംഗിയാക്കിയത് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സംഭാവന, നിങ്ങളുടെ സഹകരണം, ഇതിലൊക്കെ ദൈവം തമ്പുരാന് സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് 100,000, 1000, 10,000 നിങ്ങളുടെ സമ്പത്തുകളെ വർദ്ധിച്ചു തരുവാനായിട്ട് മാതാവ് തോമാശ്ലീഹ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കുർബാന ചൊല്ലിയവരെ, ഇവിടെ വന്ന് ഈ കുർബാനകളിൽ പങ്കെടുത്തവര്, അതുപോലെ തന്നെ പഴയ സെമിനാരികൾ നേടുന്ന വൈദികരെ, ജമ്മാശന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഇതിലുപരി ഇതിലേറ്റവും കൂടുതൽ രാവും പകലും അധ്വാനിച്ച യുവജനങ്ങള്, യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ, അവരൊക്കെ സഹകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമ്മളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.